Good afternoon. ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതിയൊരു വർഷമൊക്കെ നമ്മൾ തുടങ്ങി അല്ലെ. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് നന്നായി വിചാരിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. നമുക്ക് ഇന്നത്തെ പുതിയ വർഷത്തിലെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, ശരി. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ശരി, തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഫാർമസിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഫാർമസി കേട്ടോ. നിങ്ങളുടെ പേജ് നമ്പർ എത്രയാണെന്നും പലർക്കും ഇപ്പോഴും ചാപ്റ്റർ അറിയില്ല, ഏത് ചാപ്റ്റർ ആണ് എടുക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ ഫാർമസിയാണ് എടുക്കുന്നത് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ ഫാർമസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റർ ആണ് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റൽ ഫോർമുലറിയെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ. എല്ലാവരും എടുത്തു വെക്കുക കേട്ടോ. ഫാർമസി ആണ് എടുക്കുന്നത് കേട്ടോ. ഫാർമസി. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ ഫോർമുലറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് ആയിരുന്നു അല്ലെ. അതായത് ഒരു ഡ്രഗ്സ് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെ, അതിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് നമ്മൾ ഇഒക്യുവിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ. ഇഒക്യു എന്ന് പറഞ്ഞാൽ എന്താണത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അഥവാ ഇഒക്യു എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഒരു ഫാർമസിയിൽ ഉപയോഗിക്കുന്ന റെക്കോർഡ്സുകളും രജിസ്റ്റേഴ്സുകളും എന്തൊക്കെയാണ്, എന്തൊക്കെ റെക്കോർഡ്സുകളും രജിസ്റ്ററുകളും ഒക്കെയാണ് നമ്മളൊരു ഫാർമസിക്കകത്ത് സൂക്ഷിക്കുന്നത് അല്ലെ, കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പൊ വിൻ കാർഡിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. വിൻ കാർഡിന്റെ ഒരു മോഡൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നമ്മൾ തുടങ്ങിയത് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ആണ് അല്ലെ. അതായത് മരുന്നുകളുടെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പൊ രണ്ടെണ്ണത്തിന്റെ സ്റ്റോറേജ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പ്രധാനമായിട്ടും എത്ര ടൈപ്പ് ഡ്രഗ്സുകൾ ഉണ്ട്? 4 ടൈപ്പ് ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. ജനറൽ ഡ്രഗ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെയുള്ളത്? നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്. പിന്നെ എന്താണ്? ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഉണ്ട്. പിന്നെ വരുന്നത് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട് അല്ലെ. അങ്ങനെ 4 ടൈപ്പ് മരുന്നുകളുണ്ട്, ഡ്രഗ്സുകളുണ്ട്. ഈ ഡ്രഗ്സുകളെല്ലാം 4ഉം ഒരേപോലെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? അല്ല, 4ഉം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ മരുന്ന് ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്ന പോലെയല്ല നമ്മളൊരു നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നത്. എല്ലാത്തിന്റെയും സ്റ്റോറേജിന് അതിൻ്റെതായ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിന് 2 എണ്ണം നമ്മൾ പറഞ്ഞു. ഒന്ന് ജനറൽ ഡ്രഗ്സ്. ജനറൽ ഡ്രഗ്സ് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? ജനറൽ ഡ്രഗ്സുകളെ നമ്മൾ ക്യാബിനറ്റിനകത്ത് സൂക്ഷിക്കാനായിട്ട് അല്ലെ. ഓരോ പ്രത്യേകം കപ്പിൾസിലായിട്ട് അതും ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ജനറൽ ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞപ്പോഴും വിൻ കാർഡ് ഉണ്ടായിരിക്കണം അല്ലെ. ആ ഒരു സ്റ്റോക്ക് പൊസിഷനെ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് വിൻ കാർഡ് ഉണ്ടായിരിക്കും. ഓരോ ക്യാബിനറ്റിനോടും അറ്റാച്ച് ചെയ്തുകൊണ്ട് വിൻ കാർഡ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഷോർട്ട് എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകൾ എപ്പോഴും ഫ്രണ്ട് ഭാഗത്തും, ലോങ് എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകൾ എപ്പോഴും എന്താണ്? ഏറ്റവും ബാക്കിലായിട്ട് വേണം ഓർഗനൈസ് ചെയ്യാനായിട്ട്. പിന്നെ ഫിഫോ പ്രൊസീജിയർ ഫോളോ ചെയ്യണം അല്ലെ. ഫിഫോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെ. ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന മരുന്ന് ഏതാണോ അത് നമ്മൾ സോൾഡ് ചെയ്യണം അല്ലെ. അത് ആദ്യം നമ്മൾ വിൽപ്പന നടത്തണം. അതാണ് ഫിഫോ പ്രൊസീജിയർ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പിന്നെ നമ്മൾ പറഞ്ഞപ്പോഴും എക്സ്പയറി ഡേറ്റിന് മുൻപായിട്ട് തന്നെ മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഉപയോഗിച്ചിരിക്കണം. പിന്നെ എക്സ്പയറി ആയിട്ടുള്ള മരുന്നുകൾ പ്രത്യേകം എന്താണ്? നിയമാനുസൃതമായിട്ട് തന്നെ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യണം. തോന്നിയ പോലെ ഒരു അലക്ഷ്യമായിട്ടുള്ള രീതിയിലല്ല നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ ചില പോളിസീസും പ്രൊസീജിയേഴ്സ് റൂൾസും ഒക്കെ ഉണ്ട്. അതിന് അനുസൃതമായിക്കൊണ്ട് വേണം നമ്മൾ ഈ കാലഹരണപ്പെട്ടിട്ടുള്ള മരുന്നുകളെല്ലാം തന്നെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്.
നാർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെ. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പൊതുവെ അനസ്തേഷ്യ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകള്, അതുപോലെ ഹിപ്നോട്ടിക്സ് ഒക്കെ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ അതിനകത്ത് പെടും കേട്ടോ. അപ്പൊ അതിന് 1-2 എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു. മോർഫിൻ അല്ലെ, അതുപോലെ തന്നെ പെപ്റ്റിഡിൻ, ബാർബിറ്റ്യൂറേറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഹിപ്നോട്ടിക് ഏജന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ്. ഇതെല്ലാം തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. അത്തരം മരുന്നുകള് നമ്മൾ എങ്ങനെയാ സൂക്ഷിക്കേണ്ടത്? അതൊരു സ്പെഷ്യൽ ക്യാബിനറ്റിലായിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട് അല്ലെ. മറ്റുള്ള മരുന്നുകളോടൊപ്പം അല്ലെങ്കിൽ അതുപോലെയല്ല സൂക്ഷിക്കേണ്ടത്, സ്പെഷ്യൽ ഓർഗനൈസ് ചെയ്ത് വേണം അത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. കാര്യം അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം അല്ലെ. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഡബിൾ ലോക്ക്ഡ് കമ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ്. അത്രയും എന്താ പറയാ, വളരെ സേഫ് ആയിട്ട്, വളരെ സെക്യൂർഡ് ആയിട്ട് വേണം അത്തരം മരുന്നുകൾ നമ്മൾ സ്റ്റോർ ചെയ്യാൻ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ ടൈപ്പ് മരുന്ന് ഡ്രഗ്സ് ചെയ്താൽ നോക്കാം. അതെന്താണ്? ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് അല്ലെ. ഇൻഫ്ലേമബിൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്? പെട്ടെന്ന് തീ പിടിക്കുന്ന ടൈപ്പ് അല്ലെ. പെട്ടെന്ന് എന്താ പറയാ, തീ പിടിക്കുന്ന രീതിയിലുള്ള എന്താ പറയാ, അത്തരത്തിലുള്ള മരുന്നുകളെയാണ്, അത്തരം ഡ്രഗ്സുകളെയാണ് നമ്മൾ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് അഥവാ ഫ്ലേമബിൾ ഡ്രഗ്സ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അപ്പോ അത്തരം മരുന്നുകൾ എന്തായിരിക്കും? ഹൈലി വൊളാറ്റൈൽ ആയിരിക്കും അല്ലെ. ഹൈലി വൊളാറ്റൈൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് എന്ത് ചെയ്യപ്പെടും? ഇവാപറേറ്റ് ചെയ്യും അല്ലെ. പെട്ടെന്ന് അത് ബാഷ്പീകരിച്ച് പോവുകയും ചെയ്യും. അത് മാത്രമല്ല, അത് ഈ പറയുന്ന ഫ്ലേമബിൾ വേപ്പേഴ്സിന് അത് റിലീസ് ചെയ്യും. എന്ന് വെച്ചാൽ പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അത്തരം മരുന്നുകൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് വായിക്കാം. ഡിഫറെന്റ് എൻക്ലോഷർ to be made for easily kindled things like spirit, gases and chemicals. നമ്മൾ സ്പിരിറ്റ് അല്ലെ, പെട്ടെന്ന് തീ പിടിക്കുന്ന സംഭവമാണ് അല്ലെ സ്പിരിറ്റ്. നമ്മൾ പ്രത്യേകിച്ച് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെ, നമ്മൾ ജസ്റ്റ് സ്പിരിറ്റ് വെച്ച് നമ്മൾ ഒന്ന് തുടയ്ക്കും, വൈപ്പ് ചെയ്യും അല്ലെ. തണുപ്പാണ് അതിന്, പെട്ടെന്ന് ഫ്ലെയിമബിൾ ആണ്, ഹൈലി വൊളാറ്റൈലും ആണത്. എന്നുവെച്ചാൽ പെട്ടെന്ന് അത് ഇവാപറേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ എന്തെങ്കിലും സ്പാർക്കൊക്കെ വന്നാൽ പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യതയുള്ള മരുന്നുകളാണ് സ്പിരിറ്റ്, അതുപോലെ തന്നെ ഗ്യാസസ് ആൻഡ് കെമിക്കൽസ് കേട്ടോ. ഗ്യാസസ് ആൻഡ് കെമിക്കൽസ്. അതുപോലെ നമ്മുടെ ക്ലോറോഫോം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ക്ലോറോഫോം നമ്മൾ ഈ അനസ്തേഷ്യ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നത്, അത് മണപ്പിച്ചാൽ നമുക്ക് ബോധം പോകും. അപ്പൊ അത്തരത്തിലുള്ള ക്ലോറോഫോം എന്നൊക്കെ പറയുന്ന മരുന്ന് ഭയങ്കര എന്താ പറയാ, ഹൈലി വൊളാറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് ആണ്, പെട്ടെന്ന് തീ പിടിക്കും. അതുപോലെ നൈട്രോഗ്ലിസറിൻ എന്നൊക്കെ പറയുന്ന മരുന്നുകളുണ്ട്. അത് വന്നിട്ട് നമ്മുടെ ആൻജിന, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മറ്റേ ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജി ഒക്കെ പറഞ്ഞപ്പോ ആൻജിന എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഭാഗത്തേക്ക് ബ്ലഡ് വെസലിലൂടെ ആ ബ്ലഡ് ബ്ലോക്ക് ആവുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിൽ അനുഭവപ്പെടുന്ന ഒരു ശക്തമായിട്ടുള്ള വേദനയാണ് ആൻജിന പെക്ടോറിസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ആൻജിനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ് നൈട്രോഗ്ലിസറിൻ എന്നൊക്കെ പറയുന്നത്. അത് തന്നെ പെയിൻ ഇൻ ഹാർട്ട്. അതെ, ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴേ നമുക്ക് നമ്മുടെ നെഞ്ചിൽ ഭയങ്കര വേദന നമുക്ക് അനുഭവപ്പെടും. അതാണ് ആൻജിന എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നൈട്രോഗ്ലിസറിൻ അതൊക്കെ അത്യാവശ്യം വൊളറ്റൈൽ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. പക്ഷെ പെട്ടെന്ന് എന്താ പറയുക, തീ പിടിക്കാൻ സാധ്യതയുള്ള മരുന്നുകളാണ്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ് ഫോർ ഈസിലി കൈൻഡിൽ തിങ്സ് ലൈക്ക് സ്പിരിറ്റ്, ഗ്യാസസ് ആൻഡ് കെമിക്കൽസ്. സ്പിരിറ്റ്, അതുപോലെ അനസ്തെറ്റിക് ഗ്യാസുകള്, കെമിക്കൽസ്, അങ്ങനെയുള്ള ചില മരുന്നുകള് നമ്മൾ അതായത് ഈസിലി കൈൻഡിൽ എന്ന് വെച്ചാൽ വളരെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളത്, വെച്ചാൽ ഭൗതിക സാഹചര്യങ്ങളോട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇത്തരം മരുന്നുകൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? പ്രത്യേകം സ്പെഷ്യൽ ക്യാബിനറ്റിലായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അതാണ് പറയുന്നത് ഡിഫറെന്റ് എൻക്ലോഷർ. മറ്റു മരുന്നുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിന് വേണ്ടി ഒരു പ്രത്യേകം ഒരു സജ്ജീകരണം തന്നെ അവിടെ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ വേണം അത്തരം മരുന്നുകൾ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെന്താണ്? സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ. ആവശ്യത്തിന് നമ്മൾ ഈ പറയുന്ന ഫ്ലേമബിൾ ഡ്രഗ്സ് സൂക്ഷിക്കുന്ന റൂം എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കണം? സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ. ആവശ്യത്തിന് വായു പ്രവാഹം, വായു സഞ്ചാരമുള്ളൊരു റൂം ആയിരിക്കണം. അതുപോലെ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകളൊക്കെ ആ ഒരു റൂമിനകത്ത് ഉണ്ടായിരിക്കണം. അഗ്നിശമന ക്രമീകരണം, ഇൻ കേസ് എന്തെങ്കിലും തീ പിടിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഇവാക്യുവേറ്റ് ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകൾ എല്ലാം തന്നെ ആ ഒരു റൂമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ 3ാമത്തെ പോയിന്റ് എന്താണ്? എക്സ്ഹോസ്റ്റ് ഫാൻസ്
ഫോർ എയർ ടു പാസ് ത്രൂ. അതുപോലെ തന്നെ എക്സോസ്റ്റഡ് ഫാനുകൾ ഉണ്ടായിരിക്കണം അല്ലെ. അതായത് ഇപ്പൊ എന്തെങ്കിലും പുകയോ ആയുധത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ വായുവിനെ പുറത്തേക്ക് കളയാനായിട്ട് എക്സോസ്റ്റഡ് ഫാനുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്നുള്ളൂ. ഫ്ലേമബിൾ ഡ്രഗ്സ് ആകുമ്പോൾ അത് സ്പെഷ്യൽ കമ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കണം. അത് സ്റ്റോർ ചെയ്യുന്ന റൂമിൽ ആവശ്യത്തിന് വായു സഞ്ചാര വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റുകൾ ഉണ്ടായിരിക്കണം, എക്സ്പോസിറ്റീവ് ഫാനുകൾ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? കൂടുതൽ വേറൊന്നും അറിയാനില്ല. അടുത്തതാണ് ഇത് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് കേട്ടാ. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ ഡീപ്പ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന മരുന്നുകൾ ഉണ്ടായിരിക്കും. ചില മരുന്നുകൾ നമ്മൾ എന്താണ് റെഫ്രിജറേറ്ററിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു വിൻഡോയിൽ സൂക്ഷിക്കുന്ന ചില മരുന്ന് വെച്ചാൽ അത്ര തണുപ്പല്ല. ചിലത് നമ്മൾ ഫ്രീസറിൽ വെക്കും, ഡീപ്പ് ഫ്രീസ് ചെയ്യേണ്ട കുറെ കൂടി ഉള്ളിലേക്കൊക്കെ വെച്ച് സ്റ്റോർ ചെയ്യുന്ന മരുന്നുകളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആന്റിബയോട്ടിക്സുകളൊക്കെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് അറിയാൻ തന്നെ ഇൻസുലിൻ ഇൻസുലിൻ ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുമ്പോൾ അവർ പറയൂല്ലേ, ആന്റിബയോട്ടിക്സ് അത് കൊടുത്തു കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയും. എന്നിട്ട് കൊടുക്കണേക്കാളും കുറച്ച് നേരം മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നെ കൊടുത്താൽ മതി എന്നാണ് പറയാ അല്ലെ. അപ്പൊ അത് കലക്കി വെച്ചിട്ട് നമുക്ക് മിക്കപ്പോഴും എവിടെ സൂക്ഷിക്കാം? ഫ്രിഡ്ജിനകത്താണ് അത്തരം മരുന്നുകൾ നമ്മൾ സൂക്ഷിക്കുക അല്ലെ. അപ്പൊ അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഡ്രഗ്സ് such as antibiotics, vitamins, liver extracts should be in store cold room between 15 degree centigrade ആണ് കേട്ടോ. ഇവിടെ ഒരു തിരുത്തലുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 15% സിമ്പിൾ ആണ് കേട്ടോ അവിടെ കൊടുത്തേക്കുന്നത്. അത് വെട്ട 15 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസ് എങ്ങനെ ചെയ്താൽ മുകളിലൊരു ചെറിയ സീറോ പോലെ ഇട്ടിട്ട് ക്യാപിറ്റൽ സി ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, തിരുത്താട്ടോ, ഇത് തിരുത്തണേ, ശ്രദ്ധിക്കാട്ടോ. 15% എന്നാണ് കിടക്കുന്നത്, അത് തിരുത്ത 15 ഡിഗ്രി സെന്റിഗ്രേഡ് എന്നാക്കുക കേട്ടോ. മുകളിലൊരു സീറോ ഇട്ടിട്ട് ഇട്ടാൽ മതി. ഓക്കെ, 15 ഡിഗ്രി സെന്റിഗ്രേഡ് ടെമ്പറേച്ചറിന്റെ ആ ഒരു യൂണിറ്റ് ആണ് കേട്ടോ അത്. 15 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ് ഉണ്ട്. ഇവിടെ ഒരു സീറോ ഇട്ടാൽ നല്ലതായിരിക്കും. 20 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇങ്ങനെയുള്ള മരുന്നുകളാണ്, അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ്? ആന്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ വിറ്റമിൻസ്, പിന്നെ എന്താണ് ലിവർ എക്സ്ട്രാക്ട് അല്ലെ. നമ്മൾ ഈ പറയുന്ന ആനിമൽസിന്റെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല അങ്ങനെയൊക്കെയുള്ള എന്താ പറയാ ലിവറിന്റെ ലിവർ ടിഷ്യൂസിൽ നിന്നൊക്കെ എടുക്കുന്ന ആ ഒരു എന്താ പറയാ ക്ലിയർ എക്സ്ട്രാക്ട് ഉണ്ട്. അതാണ് ലിവർ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ലിവർ ടിഷ്യൂസിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് ആണ് കേട്ടോ ലിവർ എക്സ്ട്രാക്ട്. അത് പല മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ലിവർ ഡിസോർഡേഴ്സിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലിവർ എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ഇവയെല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കണം. കോൾഡ് സ്റ്റോറേജ് അല്ലെ, കോൾഡ് സ്റ്റോറേജ് ആണ്. അവിടുത്തെ ടെമ്പറേച്ചർ റേഞ്ച് ആണ് പറയുന്നത്. 15 ഡിഗ്രി സെന്റിഗ്രേഡിനും 20 ഡിഗ്രി സെന്റിഗ്രേഡിനും ഇടയിലുള്ള താപനിലയിൽ വേണം അത്തരം മരുന്നുകൾ സൂക്ഷിക്കാൻ. നമ്മൾ ടെമ്പറേച്ചർ റേഞ്ച് ആണ് പറയുന്നത്. 15 ഡിഗ്രിക്കും 20 ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ തണുപ്പാണ് അല്ലെ. നമ്മൾ മെജോറിറ്റി എവിടെയാണ് നമ്മൾ സൂക്ഷിക്കണേ? കോൾഡ് സ്റ്റോറേജ് ആണ് അല്ലെ. വളരെ കുറച്ച് ടെമ്പറേച്ചർ റേഞ്ച് മാത്രമേ എവിടെ വരും. 15 to 20 എന്ന് പറയുമ്പോൾ വളരെ ചെറിയ താഴ്ന്ന ടെമ്പറേച്ചർ ആണ് അല്ലെ. ബാക്കി മുഴുവനും തണുപ്പാണ്. അപ്പൊ ആ ഒരു കോൾഡ് സ്റ്റോറേജ്, അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക ഏത് ടെമ്പറേച്ചർ റേഞ്ച് ഏതാന്ന് ചോദിക്കാം. ടെമ്പറേച്ചർ റേഞ്ച് ചോദിക്കുമ്പോൾ 15 ഡിഗ്രി സെന്റിഗ്രേഡിനും 20 ഡിഗ്രി സെന്റിഗ്രേഡിനും ഇടയിൽ ആണ് അത്തരം മരുന്നുകൾ നമ്മൾ സൂക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ ബാക്കി മുഴുവൻ തണുപ്പാണെന്ന്. ഓക്കെ, കോൾഡ് സ്റ്റോറേജ് എന്നാണ് നമ്മൾ പറയാം. അവിടെ വരുന്ന ടെമ്പറേച്ചർ വളരെ കുറവുള്ളൂ. അതെന്ന് പറയുന്നത് 15 ഡിഗ്രിക്കും 20 ഡിഗ്രിക്കും ഇടയിലാണ്. ഏതൊക്കെ മരുന്നുകളാണ്? ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്. എത്രയാണ് ടെമ്പറേച്ചർ റേഞ്ച്? എത്രയാണ് നമ്മൾ പഠിച്ചത്? 15 ഡിഗ്രി സെന്റിഗ്രേഡിനും 20 ഡിഗ്രി സെന്റിഗ്രേഡിനും കേട്ടോ. അപ്പൊ അത് ആ ഒരു മരുന്നുകളും ഏതാണെന്നും ടെമ്പറേച്ചർ റേഞ്ച് ഏതാണെന്നും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ് വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. പിന്നെ മാത്രമല്ല, ഇത്തരം മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന റൂം ഉണ്ടല്ലോ, അത് എപ്പോഴും എന്തായിരിക്കണം? AC റൂം ആയിരിക്കണം, എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. അതോടൊപ്പം തന്നെ വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി, അവിടുത്തെ ആ ഒരു റൂമിലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും ഫെസിലിറ്റി, തെർമോസ്റ്റാറ്റ് പോലെയുള്ള എന്തെങ്കിലും ഫെസിലിറ്റികൾ അവിടെ ഉണ്ടായിരിക്കണം.
കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആ ഒരു റൂമില് സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റിയും അവിടെ ഉണ്ടായിരിക്കണം. ഒപ്പം AC, AC റൂം ആയിരിക്കണം കേട്ടോ. കോൾഡ് സ്റ്റോറേജ് ആണല്ലോ. അപ്പൊ ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ് വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. നമ്മൾ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നതിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഡയാലിസിസ് ഒക്കെ പറഞ്ഞിട്ട് കാര്യം വായുവിന് ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. പാത്തോജൻസിന്റെ ഒക്കെ ആ ഒരു ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷന്റെ റൂം ആയിരിക്കണം. ഒപ്പം തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റിയും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. ഡ്രഗ്സ് ലൈക്ക് വാക്സിൻസ് സെറം ആണ് കേട്ടോ. സെറാന എഴുതിച്ച് സെറം ആണ് കേട്ടോ. SCRUM ആണ് കേട്ടോ. SCRUM എന്നാണ്. സെറാൻ ആണ് എഴുതിയിരിക്കുന്നത്. സെറം ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സെറമിന്റെ സ്പെല്ലിങ് SERUM എന്നാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് തിരുത്തി വെക്കാം കേട്ടോ. ഡ്രഗ്സ് ലൈക്ക് വാക്സിൻസ്, സെറം, ഹോർമോൺസ് എക്സെട്ര ഹാവ് ടു ബി സ്റ്റോർഡ് അറ്റ് 2 ഡിഗ്രി സെന്റിഗ്രേഡ്. അവിടെ ഡിഗ്രി സെന്റിഗ്രേഡ് ചിഹ്നം വന്നിട്ടില്ല, അത് എഴുതി വെക്കുക കേട്ടോ. ഡിഗ്രി സെന്റിഗ്രേഡ് ടു 8 ഡിഗ്രി സെന്റിഗ്രേഡ് ഇൻ ഡീപ്പ് ഫ്രീസേഴ്സ് ഓർ വാക്കിൻ കൂളർ. അപ്പൊ നോക്കിയേ, അവിടെ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാ പറയുന്നത്? വളരെ താഴ്ന്ന ടെമ്പറേച്ചർ ആണ് അല്ലെ. 2 ഡിഗ്രി സെന്റിഗ്രേഡും 8 ഡിഗ്രി സെന്റിഗ്രേഡും താപനില എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവൻ എന്താണ്? തണുപ്പാണ്. എന്നുവെച്ചാൽ അത്രയും താഴ്ന്ന ടെമ്പറേച്ചറിൽ ഒരു തരത്തിൽ പറഞ്ഞ എക്സ്ട്രീം കോൾഡിന് സൂക്ഷിക്കുന്ന അല്ലെ, ഡീപ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്? വാക്സിനുകൾ, അതുപോലെ തന്നെ സെറം, പിന്നെന്താണ്? ഹോർമോൺസ് അല്ലെ. അപ്പൊ ഇത്തരം മരുന്നുകൾ ഏത് ടെമ്പറേച്ചർ റേഞ്ച് ആണ്? ടെമ്പറേച്ചർ റേഞ്ച് വെക്കുമ്പോൾ ഏത് പറയുന്നത് നിങ്ങള്? അത് 2 ഡിഗ്രി സെന്റിഗ്രേഡിനും 8 ഡിഗ്രി സെന്റിഗ്രേഡിനും. തിരിച്ചു നിങ്ങളോട് ചോദിക്കാം, എക്സ്ട്രീം കോൾഡില് അല്ലെങ്കിൽ ഡീപ്പ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന മരുന്നുകൾ ഏതാണ്? അതേതാണ് ഡീപ്പ് ഫ്രീസ് ചെയ്യുന്നത്? ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ വരുന്നത് ഏതാണ്? വാക്സിൻ, സെറം, അതുപോലെ തന്നെ ഹോർമോൺസ്. അപ്പൊ അത് തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ആണെങ്കിൽ 15 ഡിഗ്രി സെന്റിഗ്രേഡിനും 20 ഡിഗ്രി സെന്റിഗ്രേഡിനുമാണ് അത്തരം മരുന്നുകൾ നമ്മൾ സൂക്ഷിക്കുന്നത്. അവിടെ തണുപ്പിൽ തന്നെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അതേസമയം നമ്മൾ വാക്സിൻ, സെറം, ഹോർമോൺ എന്ന് പറയുമ്പോൾ അത് ഡീപ്പ് ഫ്രീസ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞത് 2 ഡിഗ്രി സെന്റിഗ്രേഡിനും 8 ഡിഗ്രി സെന്റിഗ്രേഡിനും ഇടയിലാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. അത് മാത്രമല്ല, അത്തരം കോൾഡ് സ്റ്റോറേജ് റൂമുകളിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡയൽ തെർമോമീറ്ററും ടെമ്പറേച്ചർ ചാർട്ടിങ്ങുകളൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോഴും നമ്മൾ അവിടുത്തെ ടെമ്പറേച്ചർ, ആ ഒരു റൂമിന്റെ ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കണം, എക്സിബിറ്റ് ചെയ്തിരിക്കണം. കാര്യം നമുക്കറിയാം കോൾഡ് സ്റ്റോറേജ് ആണ്. അപ്പൊ ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഈ റേഞ്ച് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഡയൽ തെർമോമീറ്ററും പിന്നെ ടെമ്പറേച്ചർ ചാർട്ടിങ്. ഡയൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് തന്നെയാണ് കേട്ടോ. അതിനൊരു ഡയൽ ഉണ്ട്, ഒരു സർക്കുലർ ഫേസ് ഉണ്ട്. അത് ഓൾവേസ് ഡിസ്പ്ലേ ദ ടെമ്പറേച്ചർ റീഡിങ്സ് ഓഫ് ദാറ്റ് റൂം. ആ റൂമിന്റെ അകത്തുള്ള ആ ടെമ്പറേച്ചർ റേഞ്ച് അത് മിക്കപ്പോഴും എക്സിബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ചാർട്ടിങ് എന്ന് വെച്ചൊരു ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് മുഖേന നമ്മൾ ആ ഒരു റൂമിനകത്തുള്ള ടെമ്പറേച്ചർ റീഡിങ്സുകളൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. അപ്പൊ അത്തരം ഡയൽ തെർമോമീറ്ററും ടെമ്പറേച്ചർ ചാർട്ടിംഗ് ഒക്കെ ഉപയോഗിച്ച് എപ്പോഴും അത്തരം റൂമുകളിൽ ടെമ്പറേച്ചർ നമ്മൾ എക്സിബിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആയല്ലോ. 4 പോയിന്റ് അതിനകത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. കോൾഡ് സ്റ്റോറേജ് മെത്തേഡ്, അതായത് ഏതൊക്കെയാ പോയിന്റ്? ആന്റിബയോട്ടിക്, വിറ്റമിൻസ്, പിന്നെ ഏതാ നമ്മൾ പറഞ്ഞത്? ലിവർ എക്സ്ട്രാക്ട് അല്ലെ. അത് ഏത് ടെമ്പറേച്ചർ റേഞ്ച് ആണ്? 15 ഡിഗ്രി സെന്റിഗ്രേഡിനും 20 ഡിഗ്രി സെന്റിഗ്രേഡിനും. അതേസമയം ഹോർമോണുകള്, വാക്സിൻസ്, സെറം അല്ലെ, അത്തരം എന്താ പറയാ ഡ്രഗ്സുകൾ എങ്ങനെ, ഏത് ടെമ്പറേച്ചർ റേഞ്ച്? അത് ഡീപ് ഫ്രീസ് ചെയ്യുന്നതാ. അപ്പൊ ഒന്നുകൂടി താഴ്ന്ന ടെമ്പറേച്ചറാ. അത് 2 ഡിഗ്രിക്കും 8 ഡിഗ്രി സെന്റിഗ്രേഡിനിടയിലാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ അത്തരം റൂമുകൾ എപ്പോഴും AC, എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഡയൽ തെർമോമീറ്റർ, ടെമ്പറേച്ചർ ചാർട്ടിങ്ങുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു റൂമിലെ ടെമ്പറേച്ചർ എപ്പോഴും എക്സിബിറ്റ് ചെയ്തിരിക്കും. ക്ലിയർ ആയല്ലോ. ഇത്രയാണ് 4 ടൈപ്പ് ഓഫ് മരുന്നുകളുടെ സ്റ്റോറേജ് നമ്മൾ പഠിച്ചത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ജനറൽ ഡ്രഗ്സ് പഠിച്ചു, നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മൾ പഠിച്ചു, പിന്നെ ക്ലെയിമബിൾ ഡ്രഗ്സ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടത് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ആണ്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് നോക്കാം കേട്ടോ. മെഡിക്കേഷൻ പ്രൊസീജിയർ. വലിയ കാര്യമൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്.
അതായത് നമ്മുടെ ഒരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് തൊട്ട് അതൊരു ഇൻപേഷ്യന്റിലോട്ട് എത്തുന്നത് വരെയുള്ള ഒരു പ്രൊസീജിയർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് കുറച്ച് പ്രൊസീജിയറുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു പോവാം കേട്ടോ. വേറൊന്നുമല്ല, ഒരു ഡോക്ടർ ഒരു രോഗിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് തൊട്ട് ആ മരുന്ന് ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അത് പിന്നീട് ആരിലോട്ട് എത്തുകയാണ്, പേഷ്യന്റിലോട്ട് എത്തുകയാണ്, പ്രത്യേകിച്ച് ഇൻപേഷ്യൻസിലോട്ട് കേട്ടോ. അതായത് രാവിലെ വന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചു പോകുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, ഇൻപേഷ്യൻസ് ആണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവരിലോട്ട് എങ്ങനെയാണ് ആ ഒരു ഫാർമസിയിൽ നിന്ന് മരുന്ന് എത്തുന്നത്, അതുവരെയുള്ള ആ ഒരു പ്രൊസീജിയർ ആണ് അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അവിടെ കുറച്ച് തിരുത്തലുകൾ ഉണ്ട് കേട്ടോ, കുറച്ച്. അപ്പൊ നിങ്ങളത് പേനയൊക്കെ എടുത്ത് വെക്കാം, അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് തിരുത്തിയിട്ട് വേണം വായിക്കാനായിട്ട് കേട്ടോ. മിസ്റ്റേക്സ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. മെഡിക്കേഷൻ പ്രൊസീജിയർ, മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദ ക്യാബിൻ ഓർ വാർഡ്. IPD എന്താണ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അതായത് ഒരു ഇൻപേഷ്യന്റിലേക്ക് എങ്ങനെയാണ് മെഡിസിൻസ് ഫാർമസിയിൽ നിന്നും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്നതിന്റെ പ്രൊസീജിയർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് വലിയ സംഭവമൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് വായിച്ചു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻസ് അല്ലെ. ഡോക്ടർ എന്ത് ചെയ്യുന്നു? പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു. ഇനി നോക്കൂ, നഴ്സുമാർ എന്താ ചെയ്യുന്നത്? ദ നഴ്സസ് ട്രാൻസ്ക്രൈബ് ദ പ്രിസ്ക്രിപ്ഷൻ ബൈ ഇലക്ട്രോണിക് മെഷീൻസ് ഓൺ ടു ദ HIS അല്ലെ. HIS എന്താണ്? HIS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് HISന്റെ ഫുൾ ഫോം എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. രണ്ടും ശരിയാണ് കേട്ടോ. Hനെ ഹെൽത്ത് എന്നും പറയാം, ഹോസ്പിറ്റൽ എന്നും പറയാം, രണ്ടും ശരിയാണ് കേട്ടോ. എഴുതി വെച്ചോളൂ, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. HISന്റെ ഫുൾ ഫോം ആണ് പറയുന്നത്, ശ്രദ്ധിക്കുക. HIS ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അങ്ങനെയും പറയാം. ഓക്കെ. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു. നഴ്സുമാർ എന്താ ചെയ്യുന്നത്? ആ ഒരു പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്യാണ് അല്ലെ. അവരെന്ത് ചെയ്യാണ്? പകർത്തുക എന്നൊക്കെ നമ്മൾ പറയാം, പകർത്തുകയാണ് അത്. ട്രാൻസ്ക്രൈബ് ചെയ്യാണ് എന്തിന്റെ സഹായത്തോടെ? ഇലക്ട്രോണിക് മെഷീൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് അവര് എന്ത് ചെയ്യാണ്? ഈ ഒരു പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് എന്തിലോട്ടാണ് വിടുന്നത്? HISലോട്ട്. എന്താണ്? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, എന്താണ് ഈ HIS? HIS എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, ഇറ്റ് ഇസ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. അത് വന്നിട്ട് നമ്മുടെ പേഷ്യന്റിന്റെ ഡാറ്റ, ഓക്കെ, പേഷ്യന്റിന്റെ വിവരങ്ങൾ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ അവർ കഴിക്കുന്ന മരുന്നുകള്, അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകള്, അവരുടെ എന്താ പറയാ, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകള്, ഓക്കെ, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻ എന്താണ്, അതുപോലെ മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻസ്, അങ്ങനെയുള്ള ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഓക്കെ, എല്ലാ കാര്യങ്ങളും, അതാണ് പേഷ്യന്റ് ഡാറ്റ. അത്തരം ഡാറ്റകള് സ്റ്റോർ ചെയ്യും മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് ഇസ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ദാറ്റ് സ്റ്റോർസ് ആൻഡ് മാനേജസ് ദ പേഷ്യന്റ് ഡാറ്റ. ഓക്കെ, പേഷ്യന്റിന്റെ ഡാറ്റ ഇൻക്ലൂഡിംഗ് ദയർ മെഡിക്കൽ റെക്കോർഡ്സ്, അതുപോലെ ട്രീറ്റ്മെന്റ് പ്ലാന് ആൻഡ് ഈ പറയുന്ന പോലെ പ്രിസ്ക്രിപ്ഷൻസ്, ആ ഒരു രോഗിക്ക് കൊടുക്കുന്ന അവരുടെ ആ ഒരു എന്താ പറയുക പ്രിസ്ക്രിപ്ഷൻസ്, അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, മെഡിക്കൽ റെക്കോർഡ്സുകളെല്ലാം തന്നെ സ്റ്റോർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ ഒരു നല്ല ഹോസ്പിറ്റലിൽ നിന്ന് പോയി നമുക്കൊരു ID നമ്പർ തരും അല്ലെ. ആ ഒരു ID നമ്പർ ജസ്റ്റ് അവർക്ക് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും അല്ലെ. നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മൾ എന്തിനാണ് ട്രീറ്റ്മെന്റ് മുന്നേ അവിടെ എടുത്തിട്ടുള്ളത്, എന്തൊക്കെ മരുന്നുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്, ആ പ്രിസ്ക്രിപ്ഷൻസ് അടക്കം, എന്തൊക്കെ മരുന്നുകൾ, ഏതൊക്കെ ഡോക്ടറെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്തിനായിരുന്നു വന്നിരുന്നത്, എന്ത് അസുഖത്തിനായിരുന്നു, എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്നെല്ലാം എന്താണ് ആ ഒരു സിസ്റ്റത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പണ്ടത്തെ പോലെ ഫയലൊന്നും അല്ല ഇന്നല്ലേ, എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാവും. നമ്മളിപ്പോ ആ ഒരു വലിയ ഹോസ്പിറ്റലില് ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി പിന്നീട് നമ്മൾ വല്ല പൾമനോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പോകുന്നതെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസ് ആ സിസ്റ്റത്തിൽ നോക്കി കംപ്ലീറ്റ് അറിയാൻ പറ്റും. കാർഡിയോളജിക്ക് ട്രീറ്റ്മെന്റ് എടുത്തതും എല്ലാം അതിനകത്ത് അറിയാൻ പറ്റും. അതാണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യന്റിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യും മാനേജ് ചെയ്യും ചെയ്യുന്ന ആ സംഭവം. അപ്പൊ അതിനകത്തോട്ട് നഴ്സുമാർ എന്ത് ചെയ്യാണ്? ഈ പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്യാണ്. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് മെഷീൻ, കമ്പ്യൂട്ടർ ആവാം, ഈ പറയുന്ന മൊബൈൽ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് വെക്കുകയാണ്, അതിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യാണ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ,
രണ്ടാമത്തെ എന്താണ്, ഇത് എവിടേക്കാ പോകുന്നുണ്ടാവുക, ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, അത് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്, ഇവിടെ തിരുത്തലുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ ട്രാൻസ്ലേറ്റ്സ്, എഴുതി ചേർക്കാട്ടോ. ഇവിടെ ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ കഴിഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ്സ് എന്ന് എഴുതി ചേർക്കാട്ടോ. ട്രാൻസ്ലേറ്റ്സ് TRANSLATES, ട്രാൻസ്ലേറ്റ്സ് കിട്ടിയോ, ട്രാൻസ്ലേറ്റ് ചെയ്യാം, പകർത്ത എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്. ഓക്കെ, അങ്ങനെ വായിക്കാം കേട്ടോ. ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ ട്രാൻസ്ലേറ്റ്സ് nurses electronic request for the medicine onto a printed medication order sheet. എങ്ങനെ നിങ്ങൾ വായിക്കണം, at the pharmacy department administration staff by using electronic machine translates nurses electronic request for the medicine onto a printed medication order sheet. അങ്ങനെ വായിക്കണം കേട്ടോ. അപ്പൊ എന്താണ്, ഇത് നേരെ പോകുന്നത് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്തെയാണ്, അവരും ഈ പറയുന്ന ഇലക്ട്രോണിക് മെഷീൻസിന്റെ സഹായത്തോടെ അല്ലെ, ഈ പറയുന്ന കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ നഴ്സുമാരുടെ ആ ഒരു മരുന്നിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഏത് ഫോമിലോട്ടാക്കി മാറ്റും, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ടായിട്ട് മാറ്റും. ആ റിട്ടേൺ എഴുതി കൊടുത്തത് അവരെന്താ പ്രിന്റഡ് ഫോമിലേക്കായിട്ട് അവര് മാറ്റുകയാണ്. ഓക്കെ, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട് അവര് അത് മാറ്റും. മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നു, നഴ്സുമാർ ആ പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് HISലോട്ട് വിടുന്നു. ഇത് നേരെ ചെല്ലുന്നത് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് അല്ലെ. ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ആ ഒരു നഴ്സുമാരുടെ റിക്വസിഷനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട് മാറ്റുന്നു. ക്ലിയർ ആയല്ലോ. മൂന്നാമത്തെ എന്താണ്, ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിസിൻസ് കേട്ടോ. ഇവിടെ മെഡിസിൻസ് എന്നാക്കാം, മീഡിയൻ തിങ് എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്, മെഡിസിൻ ആക്കാം കേട്ടോ. മെഡിസിൻ MEDICIN കേട്ടോ, മെഡിസിൻ എന്നാക്കാം കേട്ടോ. ഈ മീഡിയം തിങ് ഉണ്ടല്ലോ അതങ്ങ് വെക്കാം, എന്നിട്ട് മെഡിസിൻ എന്നാക്കാം. മെഡിസിൻ ഫ്രം എന്ന് എഴുതി ചേർക്കാം കേട്ടോ. ഫ്രം ദ ഷെൽഫ്സ് കേട്ടോ, ഫ്രം. ഓക്കെ, ഫ്രം ദ ഷെൽഫ്സ് ടു ദ ഡിസ്പെൻസിങ് ടേബിൾ ആസ് പെർ ദ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ. എങ്ങനെ വായിക്കണം, ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ medicine from the shelves, from എഴുതി ചേർക്കണം കേട്ടോ, from the shelves to the dispensing table as per the printed medication order. ഇത് പ്രിന്റഡ് ഫോമിലോട്ട് മാറ്റിയിട്ടുണ്ടല്ലോ, ആവശ്യമുള്ള മെഡിസിൻസ് ഏതൊക്കെയാണുള്ളത്. ആ ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ പ്രകാരം ഡിസ്പെൻസേഴ്സ് അല്ലെ, ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യാണ്, ഷെൽഫുകളിൽ നിന്നും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അവർ കളക്ട് ചെയ്യുന്നു അല്ലെ. ഫ്രം ദ ഷെൽഫിൽ നിന്ന് അവര് മരുന്നുകൾ കളക്ട് ചെയ്തിട്ട് എവിടെ വെക്കുകയാണ്, ഡിസ്പെൻസിങ് ടേബിളിൽ അവർ കൊണ്ട് വെക്കുകയാണ് അല്ലെ. ഓക്കെ, അടുത്തത് എന്താണ്, then medicines should be kept in small medication cart along with the printed medication order sheet. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യും, ഈ പറയുന്ന മെഡിസിൻസ് ഒരു മെഡിക്കേഷൻ കാർട്ടിലാക്കി വെക്കും. മെഡിസിൻസ് ഒക്കെ വെക്കുന്ന ഒരു മെഡിക്കേഷൻ കാർട്ടിൽ വെക്കുന്നു. അതോടൊപ്പം ഈ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യും, അവർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും അല്ലെ. ഈ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ പ്രകാരമുള്ള മരുന്നുകൾ ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അവർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ആഫ്റ്റർ വെരിഫൈങ് പ്രോപ്പർ ഡിസ്പെൻസിങ് ഫാർമസി എയ്ഡ് ബാഗ് ഓൾ ദ മെഡിക്കേഷൻ ഇൻ ടു എ ബാഗ്, ബ്രാക്കറ്റിൽ പേഷ്യന്റ് വൈസ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് സ്റ്റിക്സ് ടു ദ മെഡിക്കേഷൻ ഓർഡർ എലോങ് വിത്ത് ഇറ്റ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് അവര് വെരിഫൈ ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ഈ പറയുന്ന എന്ത് ചെയ്യാണ്, പ്രോപ്പർ ഡിസ്പെൻസ് ഫാർമസി എയ്ഡ്, എയ്ഡ് എന്ന് വെച്ചാൽ സഹായി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഫാർമസി എയ്ഡ് എന്ത് ചെയ്യാണ്, ഈ എല്ലാ മെഡിക്കേഷൻസും ഒരു ബാഗിലാക്കുകയാണ് അല്ലെ, ഒരു ബാഗ് മെഡിക്കേഷൻ ബാഗിലാക്കുകയാണ്. അതും ഓരോ പേഷ്യന്റ് വൈസ്. നമ്മൾ ഈ മരുന്നുകൾ എവിടേക്ക് കൊടുക്കുന്നത്, ഇൻപേഷ്യൻസിലേക്കാണ് കൊടുക്കുന്നത്, അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിലേക്കാണ്. അപ്പൊ ഓരോ പേഷ്യന്റിനും വേണ്ട മരുന്നുകൾ അതത് ഓരോ പേഷ്യൻസിനും ഏതൊക്കെ മരുന്നുകളാണോ വേണ്ടത് അത് പേഷ്യന്റ് വൈസ് ആയിട്ട് തന്നെ എല്ലാ മെഡിക്കേഷൻസും ആ ഒരു മെഡിക്കേഷൻ ബാഗിലാക്കും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഓർഡർ ഷീറ്റും ഇതിനോടൊപ്പം തന്നെ അവർ വെക്കുന്നു. ഓക്കെ, അടുത്തത് എന്താണ്, ലാബലിംഗ് ഈസ് ആൾസോ ഡൺ ഇഫ് നെസസറി. ആവശ്യമുണ്ടെങ്കിൽ ലേബലിംഗും അതിനകത്ത് ചിലപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് ലാബൽ ചെയ്തിരിക്കണം. പിന്നെന്താണ്, സബ്മിറ്റ്സ് ദ മെഡിക്കേഷൻസ് പേഷ്യന്റ് വൈസ് ടു ദ നഴ്സസ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോസ്.
ഇത് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന മെഡിക്കേഷൻസ് എല്ലാം തന്നെ പേഷ്യന്റ് വൈസ് ആയിട്ട് തന്നെ ഈ പറയുന്ന മരുന്നുകളെല്ലാം തന്നെ ആ ഒരു ഫ്ലോറിലോട്ട് എത്തിക്കുകയാണ് അല്ലെ. ആ ഫ്ലോറിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സുമാർ ആരാണോ അവരുടെ കൈകളിലേക്ക് ഈ പറയുന്ന മെഡിക്കേഷൻസ് നമ്മൾ എത്തിക്കുകയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യും, the nurses receive the medicine from pharmacy aid and check the quantity according to the requirement. നഴ്സ് എന്ത് ചെയ്യാണ്, ഈ ഫാർമസി എയ്ഡിൽ നിന്നും ഈ മെഡിസിൻസ് അവർ റിസീവ് ചെയ്യുകയും അവരും എന്ത് ചെയ്യാണ്, അവരുടെ റിക്വയർമെന്റ് അല്ലെ, അവർ ഇന്റന്റ് ചെയ്ത പ്രകാരം അവർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമുള്ള മരുന്നുകളെല്ലാം ക്വാണ്ടിറ്റി ഒക്കെ അവരുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അങ്ങനെയുള്ളൂ. പിന്നെ എന്താ സംഭവിക്കുക, ഗീവ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യൻസ്. പിന്നീട് ആ മരുന്നുകൾ കൃത്യമായിട്ട് ആർക്ക് കൊടുക്കാണ്, പേഷ്യൻസിന് അവര് കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ, ഇതിപ്പോ കൂടുതലൊന്നും പറയേണ്ട, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ക്ലിയർ ആയോ ആ പ്രൊസീജിയറുകൾ ഏതൊക്കെയാണെന്ന്? ഇങ്ങനെയാണ് ഒരു ഇൻപേഷ്യന്റിലോട്ട് ഫാർമസിയിൽ നിന്നും മരുന്നുകൾ എത്തുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കുക കേട്ടോ. അവിടെ വലിയ ക്വസ്റ്റ്യൻസിനൊന്നും വകുപ്പില്ല, പക്ഷെ ഇനി പറയാവുന്ന കാര്യത്തിന് സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. നമ്മൾ ഈ പറയുന്ന എന്താ പറയുക HIS-ലോട്ട്, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിലോട്ട് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, നഴ്സുമാർ അത് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് HIS-ലോട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു HIS-ലോട്ട് നമ്മളൊരു മെഡിസിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? അത് വേണമെങ്കിൽ ചോദിക്കാൻ ഇതിലോട്ട്. ഒരു ഇന്റന്റിങ് കൊടുക്കുന്നതിന് മുമ്പ്, ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്തോട്ട് ഒരു മെഡിസിൻസിന് ഒരു റിക്വസിഷൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു റിക്വസിഷൻ കൊടുക്കാൻ? ഒന്ന്, പേഷ്യന്റ് ID നമ്പർ അല്ലെ, ആ ഒരു ഇൻപേഷ്യന്റിന്റെ ID നമ്പർ, അവരുടെ ഐഡന്റിറ്റി നമ്പർ നോക്കണം. പേഷ്യന്റ് ബെഡ് നമ്പർ, ഏത് പേഷ്യന്റ് ഏത് ബെഡിൽ കിടക്കുന്ന പേഷ്യന്റ് ആണ്. കാര്യം ഒരുപാട് രോഗികളുണ്ട്, മരുന്നുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി നമ്പർ, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. പിന്നെന്താണ്, പേഷ്യന്റ് നെയിം അല്ലെ, പേഷ്യന്റിന്റെ പേര്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താണ്, ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം റിട്ടൺ ഇൻ പ്രിസ്ക്രിപ്ഷൻസ്. പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുള്ള ആ ഒരു ഡോസ് അല്ലെ, ആ മരുന്നുകളുടെ ഡോസും ഡോസേജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ പറയുന്നത് സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്. അത് മാത്രമല്ല, നമ്മുടെ പേഷ്യന്റിന്റെ ക്യാബിനറ്റില് അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. അല്ലാണ്ട് മുഴുവൻ മരുന്ന് തീർന്നിട്ട് അവസാനം റിക്വസിഷന് പോകുന്നതിനേക്കാളും നല്ലത് അവർക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സ്റ്റോർ ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ അല്ലാണ്ട് മുഴുവൻ കഴിഞ്ഞിട്ട് പിന്നെ റിക്വസിഷൻ കൊടുക്കാൻ നിൽക്കരുത്. കാര്യം രോഗികളാണ്, അവരുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെക്കണം ക്യാബിനറ്റില്. എന്നിട്ട് വേണം, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ റിക്വസിഷൻ കൊടുക്കാനായിട്ട്. അടുത്തത് എന്താണ്, ലാസ്റ്റ് ഇന്ത്യൻ റിസീവ് പേപ്പർ. ലാസ്റ്റ് ഇന്ത്യൻ റിസീവ് പേപ്പർ എന്നൊരു ഫ്രേസ് പോലെ പറയുന്നതാണ്. ലാസ്റ്റ് ഇന്ത്യൻ റിസീവ് പേപ്പർ എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ ആ റിക്വസിഷൻ കൊടുത്തതിന്റെയും അതുപോലെ നമ്മൾ ഫാർമസിയിൽ നിന്ന് മരുന്നുകളൊക്കെ വാങ്ങിയതിന്റെയും മറ്റും റെസിപ്റ്റുകൾ, ഓക്കെ, റെസിപ്റ്റുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ റിസീവ് ചെയ്തിരിക്കണം. കാര്യം നമ്മുടെ ഓർഡർ പ്രകാരമുള്ള മരുന്നുകൾ നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നതിനൊക്കെ ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റെസിപ്റ്റുകളൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടത്. ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ? അപ്പൊ അതിന് നിങ്ങളോട് വേണേൽ ചോദിക്കാം, ഒരു HIS-ലോട്ട് ഇന്റന്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ്? പേഷ്യന്റിന്റെ ഐഡന്റിറ്റി നമ്പർ, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ, പേഷ്യന്റിന്റെ പേര്, പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള ഡോസേജുകൾ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ അഡ്വാൻസ് ആയിട്ട് മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് ഇന്ത്യൻ റിസീവ് പേപ്പർ അല്ലെ, അവസാനം നമ്മൾ ആ പർച്ചേസിംഗ് ഓർഡർ കൊടുത്തതിന്റെയും അതിന് ഫാർമസിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള മരുന്നുകളുടെയും കംപ്ലീറ്റ് റെസിപ്റ്റുകൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായില്ലേ? അത്രയുള്ള മെഡിക്കേഷൻ പ്രൊസീജിയർ. അടുത്തതാണ് ഫിനാൻസസ് കേട്ടോ. ഫിനാൻസസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലേക്ക് ലഭിക്കുന്ന ആ ഒരു സാമ്പത്തികമായിട്ട് ലഭിക്കുന്ന കാര്യങ്ങളെ പറ്റി, എങ്ങനെയൊക്കെയാണ് ഫിനാൻസ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. ഫാർമസിയുടെ മാത്രമല്ല കേട്ടോ, ഒരു ഹോസ്പിറ്റലിന്റെയും കൂടെ രീതിയിലാണ് അവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം നമുക്ക്. ഫിനാൻസസ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇറ്റ് ഇസ് ദ ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് അല്ലെ. പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അല്ലെ, ആ ചാർജ് തന്നെയാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്, പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് ആണ്. ഓക്കെ,
രണ്ടാമത്തത് ചാർജസ് ഗോട്ട് ബൈ ദ പേഷ്യൻസ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ് ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. ഒന്നില്ലെങ്കിൽ പേഷ്യൻസ് തന്നെ മുഴുവനായിട്ട് അവരുടെ പേയ്മെന്റ് സെറ്റിൽ ചെയ്യും, അതല്ലെങ്കിൽ ഇപ്പൊ ഇൻഷുറൻസ് അല്ലെ, തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനി മുഖേന ഇൻഷുറൻസ് കമ്പനി ത്രൂ ആയിട്ടും പേയ്മെന്റ് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. കാര്യം ഇപ്പം എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും എന്തുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളാണ്, മിക്കവർക്കും ഉണ്ട് അല്ലെ, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇൻഷുറൻസ് കമ്പനി വഴിയായിട്ടും ആ പേയ്മെന്റ് അവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് റിസർച്ച് വർക്ക്, ഗവേഷണ പ്രവർത്തനങ്ങള്. നമ്മളൊരു ചില ഹോസ്പിറ്റലില് ചില പ്രത്യേക റിസർച്ച് വർക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഗവൺമെന്റ് ഫണ്ട് ചെയ്യും. ഓക്കെ, അത്തരം റിസർച്ച് നല്ല നല്ല കാര്യങ്ങളാണല്ലോ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് റിസർച്ച് വർക്കുകൾക്കൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഫണ്ട് ചെയ്യും. ഗവൺമെന്റ് മാത്രമല്ല, ചിലപ്പോൾ വല്ല പ്രൈവറ്റ് കമ്പനികളോ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളോ ഒക്കെ എന്ത് ചെയ്യും, ഫണ്ട് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് റിസർച്ച് വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യും. അപ്പൊ അതും ഒരു ഫിനാൻഷ്യൽ സോഴ്സ് ആണ് അല്ലെ, ഒരു ഫിനാൻസ് സോഴ്സ് ആണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം. ശരിയല്ല, ആ ഒരു ഫണ്ടിങ്ങിലൂടെ ലഭിക്കുന്നത് അവർക്ക് അവരുടെ ഒരു വരുമാന മാർഗമാണ് അല്ലെ. ഓക്കെ, പിന്നെന്താണ് ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട്. എൻഡോമെന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, സംഭാവന പോലെ ഒരു ഡൊണേഷനിലൂടെ ഒക്കെ നമുക്ക് ലഭിക്കുന്ന എന്താ പറയാ ഫണ്ടുകളാണ് എൻഡോമെന്റ്. നമ്മൾ സ്കൂളിലൊക്കെ എൻഡോമെന്റ് കൊടുക്കാൻ നമ്മൾ കേട്ടിട്ടില്ല, എൻഡോമെന്റ് കൊടുക്കാം, ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ഡൊണേഷൻ പോലെ കൊടുക്കുന്നതാണ്. ചിലപ്പോൾ ആരെങ്കിലും ഓർമ്മയ്ക്കോ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ, എൻഡോമെന്റ് കൊടുക്കാറുണ്ട്. എന്നതുപോലെ ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ടുകൾ ഹോസ്പിറ്റലിൽ ഇതുപോലെ തന്നെ എന്താണ് എൻഡോമെന്റ് ഫണ്ടുകൾ ലഭിക്കാറുണ്ട്. നോക്കാം, എൻഡോമെന്റ് ഫണ്ട്സ് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ഡൊണേഷൻസ് അല്ലെ. ഡൊണേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് ശരിക്കും ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പൊ അങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല എന്നല്ല നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ ശരിക്കും ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് പൊതുവെ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് പല ഡൊണേഷൻസ് ഒക്കെ ലഭിക്കാം. അപ്പൊ എൻഡോമെന്റ് ഫണ്ട്സ് എപ്പോഴും ലഭിക്കുന്നത് നമുക്ക് ഡൊണേഷൻസിലൂടെയാണ്. പിന്നെ മാത്രമല്ല, ദ ഫണ്ട്സ് ഹാവ് സ്പെസിഫിക് പോളിസീസ് ദാറ്റ് കൺസേൺസ് ഇൻവെസ്റ്റ്മെന്റ്സ്, വിത്ത്ഡ്രോവൽ ആൻഡ് യൂസേജ് ഓഫ് ദ ഫണ്ട്സ്. അത് മാത്രമല്ല, ഇത്തരം ഫണ്ടുകൾ തോന്നിയ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്താണ്, ദ ഫണ്ട്സ് ഹാവ് എ സ്പെസിഫിക് പോളിസീസ് ദാറ്റ് കൺസേൺസ് ഇൻവെസ്റ്റ്മെന്റ്സ്, അതുപോലെ വിത്ത്ഡ്രോവൽ ആൻഡ് യൂസേജ് ഓഫ് ദ ഫണ്ട്. അതായത് ഈ ഒരു എൻഡോമെന്റ് ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, അതിന് വിത്ത്ഡ്രോ ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഫണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള പോളിസികൾ ഉണ്ട്. നമുക്കിപ്പോ എൻഡോമെന്റ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ടെന്ന് കരുതി തോന്നിയ കാര്യങ്ങൾക്കൊന്നും അത് ഉപയോഗിക്കാനായിട്ട് പാടില്ലാണ്. അതിന് കൃത്യമായിട്ടുള്ള പോളിസികൾ ഉണ്ട്. ആ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം, ഏത് രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം, എത്ര രൂപ വരെ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എൻഡോമെന്റ് ഫണ്ടായിട്ട്, അതിന് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇത് വിത്ത്ഡ്രോ ചെയ്യുന്നുണ്ട്, പിൻവലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യണം. തോന്നിയ കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള പോളിസി ഉണ്ടെന്ന് പറയുന്നത്. ആ പോളിസിക്ക് വിധേയമായിട്ട് മാത്രമേ നമുക്ക് ആ ഒരു എൻഡോമെന്റ് ഫണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. ക്ലിയർ ആണല്ലോ. പിന്നെന്താണ്, ഗിഫ്റ്റ്സ്, കോൺട്രിബ്യൂഷൻസ് ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ്. ഇനി പറയുന്ന പോലെ ഗിഫ്റ്റുകള് അല്ലെ. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ചിലപ്പോ പ്രാദേശികമായിട്ട് നല്ല ഹോസ്പിറ്റലാണ്, നല്ല രീതിയിൽ ആളുകൾക്ക് സേവനം കൊടുക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കോൺട്രിബ്യൂഷൻസ്, ഗിഫ്റ്റുകളൊക്കെ കിട്ടാം. അതൊക്കെ അവരുടെ വരുമാന മാർഗമാണ് അല്ലെ. കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ് അല്ലെ. പൊതുവായിട്ട് ചില ഫങ്ഷണൽ എക്സ്പെൻസ്, ഒരു നമ്മളിപ്പോ ഫിനാൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫിനാൻസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ് വരുന്നുണ്ട് അല്ലെ. കാര്യം ഇപ്പോ രോഗികൾക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ രോഗികളിൽ നിന്നും എന്താ പറയുക ചാർജ് ലഭിക്കുന്നത് പോലെ അവർക്കും പല ചെലവുകളും വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ റൂം റെന്റ് ഒക്കെ അവർക്ക് കിട്ടുന്ന വരുമാനമാണ്. പേഷ്യൻസ് അവിടെ റൂമിൽ താമസിക്കുന്ന ആ റെന്റ് ഒക്കെ അവർക്ക് കിട്ടും. അതുപോലെ തന്നെ മറ്റു പല എക്സ്പെൻസുകൾ അവർക്കും വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്ന് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് കേട്ടോ. പേഷ്യന്റിൽ ലഭിക്കുന്ന ചാർജ് തന്നെയാണ് അവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. വേറെ കൂടുതലൊന്നും അല്ലല്ലോ അതിനകത്ത്. ഓക്കെ, അടുത്തത് കേട്ടോ, ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ് കേട്ടോ. ഒരു ഫാർമസി സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഫാർമസി സേവനങ്ങൾ, ഒരു ഫാർമസിക്ക് സാധാരണയായിട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം പ്രോബ്ലംസുകളാണ് പൊതുവായിട്ട് നമുക്ക് ചോദിക്കാൻ നിങ്ങളോട്. ഒരു ഫാർമസി സേവനം, ഒരു ഫാർമസി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്? അപ്പൊ ഇതൊരു പോയിന്റ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് പിൽഫറേജ്. ഇതാണ് പിൽഫറേജ്.
പിൽഫറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെഫ്റ്റ് ആണ് കേട്ടോ, തെഫ്റ്റ്, കളവാണ്, കളവ്. അതിനെയാണ് നമ്മൾ പിൽഫറേജ് എന്ന് പറയുന്നത് കേട്ടോ, കളവ് കേട്ടോ. നമ്മൾ നേരത്തെ ഓവർ സ്റ്റോക്കിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഓവർ സ്റ്റോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് തെഫ്റ്റിനുള്ള സാധ്യതയുണ്ട് അല്ലെ, തെഫ്റ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ഫാർമസി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, പിന്നെന്താണ്? ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. അതുപോലെ നമ്മളിപ്പോ ഈ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അത് ഡാമേജ് വരാം പല ഇൻസെക്ട്സ് മൂലോ റാറ്റ്സ് മൂലോ അല്ലെ, ഈ പറയുന്ന എലികളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ് അല്ലെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് അല്ലെ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പയറി ഡ്രഗ്സ് അല്ല, അത് വേറെയാണ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they can no longer recommend. നമുക്ക് പിന്നീട് അത് കൂടുതൽ കാലത്തേക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ അതിന്റെ സേഫ്റ്റി കുറവുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ വേണ്ടത്ര ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അത് കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് അത്ര ഇഫക്റ്റീവ് അല്ലാത്ത കാരണം കൊണ്ട് ചില മരുന്നുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബാൻ ചെയ്യേണ്ടതായിട്ട് വരും. ഈ അടുത്ത കാലത്ത് മഫ്താൽ ഫോർട്ട് എന്നൊക്കെ പറയുന്ന മരുന്നുകള് ബാൻ ചെയ്തിരുന്നു. അത് മറ്റു പല എന്താ പറയുക പ്രോബ്ലംസിന് കാരണമാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചെറിയ പെയിൻ കില്ലർ ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണത്. സൈനസൈറ്റിസ് പ്രോബ്ലത്തിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണത്. എല്ലാത്തിനും പറ്റും, പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നായിരുന്നു. പക്ഷെ അത് ഈ അടുത്ത കാലത്ത് ബാൻ ചെയ്തു, മഫ്താൽ ഫോർട്ട്. കാര്യം എന്താന്ന് വെച്ചാൽ അത് കഴിക്കുമ്പോൾ മറ്റു പല ഡാമേജസും മറ്റ് ഓർഗൻസിന് പല ഡാമേജസ് വരുന്നു എന്നുള്ള കാരണം കൊണ്ട് പിന്നീട് അത് ബാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അത്തരത്തില് പിന്നീട് നോ ലോങ്ങർ റെക്കമെൻഡ് ചെയ്യാത്ത മരുന്നുകൾ, അതാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറയുന്നത് അറിയാലോ, കാലഹരണപ്പെട്ട മരുന്നുകളാണ് എക്സ്പയറി ഡ്രഗ്സ്. പിന്നെ ക്യാരി, ഇതൊക്കെ ഓരോ പ്രോബ്ലംസ് ആണ്, അവർക്ക് വരുന്ന പല പ്രോബ്ലംസ് ആണ്. നമുക്ക് ഈ എക്സ്പയറി ഡ്രഗ്സ് ഒക്കെ നോക്കുക, അതുകൊണ്ടാണ് ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല. ആ രീതിയിൽ വേണം നമ്മളത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെന്താണ്? ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ മരുന്നുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിങ്ങോട്ട് കൊണ്ടുവരുന്ന ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒക്കെ വരാറുണ്ട് അല്ലെ, ചിലപ്പോൾ അഡീഷണൽ ആയിട്ടൊക്കെ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്യാരിയിങ് കോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ്. അതുപോലെ തന്നെയാണ് ഷോർട്ടേജ് കോസ്റ്റ്. ഷോർട്ടേജ് കോസ്റ്റ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അല്ലെ. ചില മരുന്നുകൾ, അവശ്യ മരുന്നുകൾക്ക് ഷോർട്ടേജ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൂടെ നമുക്ക് ലഭിച്ചിരുന്ന ഇൻകം കുറയും അല്ലെ, വരുമാനം കുറയും. ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ അത്യാവശ്യം ഡിമാൻഡുള്ള മരുന്നാണ്, പക്ഷെ അത് വേണ്ടത്ര സ്റ്റോക്ക് ഇല്ലാണ്ട് വന്ന് ഷോർട്ടേജ് വരുമ്പോ സ്വാഭാവികമായിട്ട് ആ ഒരു എന്താ പറയാ മരുന്ന് നമുക്ക് വിൽപ്പന ചെയ്തിരുന്നപ്പോൾ ലഭിച്ചിരുന്ന ആ ഒരു ഇൻകം അല്ലെ, ആ ഒരു റവന്യൂ നമ്മുടെ അതിൽ നിന്ന് കുറയും. ഇത് മാത്രമല്ല, അത് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ഫാർമസി ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് ആണ്. എന്തൊക്കെയാണ്? പിൽഫറേജ്, ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, എക്സ്പയറി ഡ്രഗ്സ്, ക്യാരിയിങ് കോസ്റ്റ്, അത് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? ഷോർട്ടേജ് കോസ്റ്റ്. ക്ലിയർ? ഓക്കെ, അതൊന്ന് നോക്കി വെക്കേണ്ട. ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ് റോൾ ഓഫ് ദ ചീഫ് ഫാർമസിസ്റ്റ് അല്ലെ. ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ആ ഫ്ലോ ചാർട്ട് പഠിച്ചത് ഓർമ്മയുണ്ടാവും, ഫാർമസി സ്റ്റാഫുകളുടെ. അപ്പൊ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നതിന് തൊട്ടിട്ടാണ് ചീഫ് ഫാർമസിസ്റ്റ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഒരു സീനിയർ ഇതാണ്, സ്റ്റാഫാണ്, ഫാർമസിസ്റ്റ് ആണ്, ഹു മാനേജസ് ദ എൻറ്റയർ ഫാർമസി അല്ലെ. അദ്ദേഹമാണ് ആ ഒരു ഫാർമസിയുടെ മുഴുവൻ കാര്യങ്ങളും ഓവർസീ ചെയ്യുന്നത് ആ ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആണ്. എംഫാം ബിരുദമുള്ള ആളാണെന്നൊക്കെ നമ്മൾ അന്നേരം പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്? ഓക്കെ, ഒന്നാമത്തെ പോയിന്റുകളൊക്കെ നോക്കട്ടെ. താഴെ തന്നിരിക്കുന്നതില് ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ. തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലെ, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ എല്ലാ നിർദ്ദേശങ്ങളും ശുപാർശകളും പ്രാവർത്തികമാക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ചീഫ് ഫാർമസിസ്റ്റ്. നമുക്കറിയാം, ഫാർമസി സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും ആ ഫാർമസിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ തന്നെ ആരാണ് കൊടുക്കുന്നത്? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും ഈ പറയുന്ന ഗൈഡൻസും എല്ലാം തന്നെ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. രണ്ടാമത്തത്, ഡിസ്പെൻസിംഗ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്.
അതായത് ഒരു ഹോസ്പിറ്റല് സെപ്പറേറ്റ് ഏരിയാസ്, ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവാം, അല്ലെങ്കിൽ ICU-ലോട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജനറൽ വാർഡിലോട്ടായിരിക്കാം, ഗൈനക്കോളജി വാർഡിലോട്ടായിരിക്കാം. അങ്ങനെ ഓരോ സെപ്പറേറ്റ് ഏരിയാസിലുള്ള അവിടേക്കുള്ള മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യാം, അല്ലെ, മരുന്നുകൾ വിതരണം ചെയ്യാം. മരുന്നുകൾ മാത്രമല്ല, ഫാർമസ്യൂട്ടിക്കൽസ്, മറ്റ് കെമിക്കൽസ്, ഈ പറയുന്നതെല്ലാം തന്നെ ഡിസ്പെൻസ് ചെയ്യാന്നുള്ളതും അദ്ദേഹത്തിന്റെ റോളാണ്. ഓക്കെ, അടുത്തത് എന്താണ്? മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. അതായത് ഈ പറയുന്ന എമർജൻസി ഡ്രഗ്സുകൾ, അടിയന്തര മരുന്നുകളുടെ ആന്റിഡോട്ട്സ്, അതെന്താന്ന് പറഞ്ഞുതരാം. ഈ ആന്റിഡോട്ട്സ് അവയുടെ ഒരു അംഗീകൃതമായിട്ടുള്ള സ്റ്റോക്ക് നിലനിർത്തുക, ഫാർമസിയിൽ അംഗീകൃതമായിട്ടുള്ള ഒരു സ്റ്റോക്ക് നിലനിർത്തുക എന്നുള്ളതും ആരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രത്യേകിച്ച് എമർജൻസി ഡ്രഗ്സ്, അടിയന്തര മരുന്നുകളും ആന്റിഡോട്ട്സ്. എന്താണ് ആന്റിഡോട്ട്സ് എന്ന് പറഞ്ഞാല്? അതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പോയിസൺ, ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാവാറുണ്ട്. ചില മരുന്ന് തന്നെ നമ്മൾ ഓവറായിട്ട് കഴിച്ച് അത് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ അതൊരു ടോക്സിക് ഇഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള വല്ല ടോക്സിക് ആയിട്ടോ പോയിസണിങ് ആയിട്ടോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഇഫക്റ്റിനെ കൗൺട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്, അതിന്റെ ഇഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൽ വല്ല പോയിസണോ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, മരുന്നുകൾ മൂലം തന്നെ എന്തെങ്കിലും ടോക്സിക് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ആ ഒരു ഇഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതിനെതിരായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ആന്റിഡോട്ട്സിന്റെയും എമർജൻസി മരുന്നുകളുടെയും അംഗീകൃതമായിട്ടുള്ള സ്റ്റോക്ക് ഫാർമസിയിൽ നിലനിർത്തുക എന്നുള്ളതും ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് അത് ശരിക്കും പറഞ്ഞൊരു ലൈസൻസ്ഡ് ഫാർമസിസ്റ്റിന് മാത്രമേ അതിന്റെ ഡിസ്പെൻസിങ്ങും അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്ന് തോന്നിയ ആൾക്കാർക്കല്ല, അതൊരു ലൈസൻസ്ഡ് പേഴ്സൺ തന്നെയാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഫാർമസിക്കകത്ത്. അപ്പൊ തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആണല്ലോ. അപ്പൊ എന്താണ് ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്? ഇത്തരം നാർക്കോട്ടിക് ഡ്രഗ്സുകളെ ഡിസ്പെൻസ് ചെയ്യാം, വിതരണം ചെയ്യാം, അതുപോലെ തന്നെ അതിന്റെ അക്കൗണ്ടിങ്, ഓക്കെ, അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, പിന്നെന്താണ്? ഡെസിഗ്നേഷൻ ഫോർ വാരിയസ് ഫ്ലൂയിഡ്സ്. എന്താണ് ഫ്ലൂയിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ IV ഫ്ലൂയിഡ്സ് ഇല്ലേ, ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സുകൾ, അതുപോലെ ഡയാലിസിസ് ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ കൃത്യമായിട്ട് അത്തരം ഫ്ലൂയിഡുകളൊക്കെ കാറ്റഗറൈസ് ചെയ്ത് അത് എന്താ പറയാ, ലേബൽ ചെയ്ത് ഏതൊക്കെ ഫ്ലൂയിഡ്സ് ആണ്, എത്ര അളവിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെയൊക്കെ ഒരു മാനേജിങ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെസിഗ്നേഷൻ, അതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ വാരിയസ് ഫ്ലൂയിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് IV ഫ്ലൂയിഡ്സ് ഒക്കെയാണ് കേട്ടോ. അതൊക്കെ ഡ്രഗ്സ് തന്നെയാണല്ലോ. IV ഫ്ലൂയിഡ്സ്, ഡയാലിസിസ് ഫ്ലൂയിഡ്സ്, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് എത്ര അളവിൽ ആ ഫ്ലൂയിഡ്സ് കൊടുക്കണം, എത്ര ടൈം വരെ കൊടുക്കണം, ആ ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്നതിന് ചില പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതും ഡെസിഗ്നേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മ പരിശോധനയാണ് കേട്ടോ. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്, അതായത് ഈ മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും സൂക്ഷ്മ പരിശോധന നടത്താന്നുള്ളതും ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓരോ ഘട്ടത്തിലും നമ്മളിപ്പോ മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിലും മറ്റേതെങ്കിലും സപ്ലൈസിന് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും അത് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടും നമ്മൾ അത് ചെക്ക് ചെയ്യണം. അതിന്റെ ബാച്ച് നമ്പർ, അതിന്റെ എക്സ്പയറി ഡേറ്റ്, അതിന്റെ ക്വാളിറ്റി എല്ലാം തന്നെ ചെക്ക് ചെയ്യണം. അത് അത്രയും സൂക്ഷ്മ പരിശോധന ഉറപ്പാക്കണം. കാരണം ഈ മരുന്നുകൾ നമ്മൾ സേഫ് ആയിട്ട് വേണം പേഷ്യൻസിലേക്ക് എത്തിക്കാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. മരുന്നുകൾ ഉപയോഗിക്കുന്ന ഓരോ ഘട്ടത്തിലും സൂക്ഷ്മ പരിശോധന ഉറപ്പാക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഇൻഡൻസ്, ഇഷ്യൂ ആൻഡ് റിസിപ്റ്റ് വൗച്ചർ. അതായത് ഇൻഡൻസുകൾ പ്രിപ്പയർ ചെയ്യുക. ഇൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്റന്റിങ് അല്ലെ, റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ്. ആ ഇൻഡൻസ് തയ്യാറാക്കുക. ഇഷ്യൂ ആൻഡ് റിസിപ്റ്റ് വൗച്ചർ അല്ലെ, ഈ പറയുന്ന ഇൻഡൻസ് റിക്വസ്റ്റുകൾ ഇഷ്യൂ ചെയ്യാം, അതിന്റെ പർച്ചേസ് ചെയ്ത വൗച്ചറുകള്, ഇതെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നതും അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും
ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെന്ററി സ്റ്റോക്ക് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്? സ്റ്റോക്കിന് തന്നെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററി കൺട്രോൾ ഇപ്പൊ എന്താണ്? സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ ഫാർമസിയില് ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല. അതേ രീതിയിൽ വേണം നമ്മൾ അവിടുത്തെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, അത് ആരുടെ ഉത്തരവാദിത്വമാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അടുത്തത് എന്താണ്? മെയിന്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. അല്ലെ, ഈ പറയുന്ന സ്റ്റോർ മീൻസ് ഫാർമസി സ്റ്റോർ, പിന്നെ അവിടുത്തെ ലെഡ്ജേഴ്സ് അല്ലെ, നമ്മുടെ ഈ പറയുന്ന കണക്കും കാര്യങ്ങളും, ഓരോ മരുന്നുകളുടെ കണക്കും കാര്യങ്ങളും റെക്കോർഡ്സുകളും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അടുത്തത് പ്രൊവിഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് ഇലക്ട്രിസിറ്റി സപ്ലൈ. അതായത് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈ ഉറപ്പാക്കിയതും ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. കാര്യം നമ്മൾ സ്റ്റോറേജ് പഠിച്ചപ്പോ പറഞ്ഞു അല്ലെ, എല്ലാ മരുന്നുകളും എന്താണ്, ഇപ്പൊ പ്രത്യേകിച്ച് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഒക്കെ അതിന്റെ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ കറണ്ട് പോയി, അപ്പൊ നമുക്ക് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യില്ല അല്ലെ. സ്വാഭാവികമായിട്ടും ഡീപ് ഫ്രീസറിലൊക്കെ വെച്ചിരിക്കുന്ന മരുന്നുകൾക്ക് കേടുപാടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കറണ്ട് വരുന്നവരെ നോക്കിയിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്തരം മരുന്നുകളൊക്കെ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഇൻ കേസ് ഇലക്ട്രിസിറ്റി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റീവ് ഇലക്ട്രിസിറ്റി സപ്ലൈക്ക് ഒരു പ്രൊവിഷൻ അത് ഉറപ്പാക്കേണ്ടതും ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം അവിടെ സൂക്ഷിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് കോൾഡ് സ്റ്റോറേജിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മരുന്നുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ വലിയ വലിയ നഷ്ടങ്ങൾ വരുന്നതുപോലെ. ഓക്കെ, അതുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് ഇലക്ട്രിസിറ്റി സപ്ലൈക്ക് ഒരു പ്രൊവിഷൻ എപ്പോഴും ഉറപ്പാക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ കേട്ടോ. നേരത്തെ പറഞ്ഞു തന്നെയാണ് സൂക്ഷ്മ പരിശോധന, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ അല്ലെ, മരുന്നുകളുടെ ക്വാളിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാന്നുള്ളതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. അതായത് ഫാർമസിസ്റ്റുകൾക്ക്, പ്രത്യേകിച്ച് ഇദ്ദേഹം ചീഫ് ഫാർമസിസ്റ്റ് ആണ് അല്ലെ, അപ്പൊ അദ്ദേഹത്തിന്റെ അണ്ടറിലൊക്കെ വരുന്ന ഒത്തിരി ഫാർമസിസ്റ്റുകൾ നമ്മൾ പഠിച്ചല്ലോ. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ, ഡ്രഗ് ഡിസ്പെൻസിങ്, അതുപോലെ മെഡിക്കൽ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞ് കുറെ ഫാർമസിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നുണ്ട്. അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, പരിശീലനങ്ങൾ കൊടുക്കുക, അവരെ ടീച്ച് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് അല്ലെ, മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അതാണ് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. അടുത്തത് പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. ഫാർമസി എങ്ങനെ, ഫാർമസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസിയിലെ മരുന്നുകളൊക്കെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഏത് രീതിയിലൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിന്റെ ആ ഒരു പീരിയോഡിക് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ റിപ്പോർട്ട്, അതായത് കൃത്യമായിട്ട് ക്രമമായിട്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ആ ഫാർമസി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഫാർമസി യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഫാർമസിയിലെ മരുന്നുകളും മറ്റും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിന്റെ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുക. അങ്ങനത്തെ പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ടുകളൊക്കെ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ആ ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ. അതെന്താണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ? പേഷ്യൻസിന് അവർക്കും ഒരു ബേസിക് ഇൻഫർമേഷൻ കൊടുക്കണം അല്ലെ. അവർക്ക് മരുന്നുകൾ കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്ന മരുന്നുകളെ പറ്റി, എങ്ങനെ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം, അല്ലെങ്കിൽ ആ മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ പേഷ്യന്റിനും അവർ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച് ഒരു ബേസിക് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതും ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം കൊടുക്കാന്ന് വെച്ചാൽ അദ്ദേഹം നേരിട്ട് വന്ന് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകളിലൂടെ ആണെങ്കിലും അത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ, മനസ്സിലായോ? ഇതോടുകൂടി നമ്മുടെ ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഇതിന്റെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ, അയ്യോ മൈക്ക് ഓൺ ആയിരുന്നു കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഓക്കെ 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 കേട്ടോ. ശരി, പെൻസിലിന്റെ കാര്യം പറഞ്ഞത് ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ഇൻസുലിനും ഉണ്ട് പെൻസിലിനും ഉണ്ട് കേട്ടോ. ഓക്കെ, ആന്റിബയോട്ടിക് ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? HISന്റെ രണ്ടാമത്തെ പോയിന്റോ ഇതാണോ? അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണോ? അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആ പോയിന്റ് ആണോ പറഞ്ഞത്? അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ബൈ യൂസിംഗ് ഇലക്ട്രോണിക് മെഷീൻ ട്രാൻസ്ലേറ്റ്സ്, ഞാൻ പറഞ്ഞു എഴുതി ചേർക്കണം, ട്രാൻസ്ലേറ്റ്സ് nurses electronic request for the medicine onto printed medication order sheet. Clear? Okay. Important areas പറഞ്ഞിട്ടുണ്ട്.
ഇത് വായിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ഏരിയ അതെ ബിഫോർ മേക്കിംഗ് ഇന്റന്റ്, അത് ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഫിനാൻസിൽ ഇത് പോയിന്റ് മനസ്സിലാവാത്തത്, ഇത് പോയിന്റ് 5th പോയിന്റ് ആണോ? ഗിഫ്റ്റ് ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. അതായത് മരുന്നുകൾ ചിലപ്പോൾ നശിപ്പിക്കപ്പെടാം അല്ലെ, സ്റ്റോർ ചെയ്യുമ്പോൾ എലികളോ മറ്റുള്ള ഇൻസെക്ട് മൂലം ഒക്കെ, അതായത് മറ്റുള്ള ഇൻസെക്ട് എന്ന് പറയുന്നത് ജീവികളൊക്കെ മൂലം ചിലപ്പോൾ മരുന്നുകൾ നശിച്ചു പോകാമല്ലോ. ഏതാണ് റോൾസ് അല്ലെ, ഏത് റോള് അല്ലെ? ഓക്കെ, റോളിലെ സെക്കൻഡ് പോയിന്റ് ആണോ? രണ്ടാമത്തെ പോയിന്റ് ആണോ പറഞ്ഞത്? ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്. അതായത് സെപ്പറേറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഏരിയകൾ, ICU ആയിരിക്കാം, ICU ഒക്കെ പറയാം, ICU ആയിരിക്കാം, അല്ലെങ്കിൽ വാർഡ് ആയിരിക്കാം, ജനറൽ വാർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ് ആയിരിക്കാം, അങ്ങനെ പല പല സെപ്പറേറ്റ് ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഓരോ ഏരിയയിലേക്കുള്ള മരുന്നുകള്, മറ്റ് ഫാർമസ്യൂട്ടിക്കല്, കെമിക്കൽസ് ഒക്കെ ഡിസ്പെൻസ് ചെയ്യാം, വിതരണം ചെയ്യാം എന്നുള്ളതും ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. ഫിനാൻസിന് 5ാമത്തെ പോയിന്റ് അല്ലെ. 5ാമത്തെ പോയിന്റ് ഇതാണ് ഗിഫ്റ്റ് കോൺട്രിബ്യൂഷൻസ് ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ ലഭിക്കുന്ന ഗിഫ്റ്റുകൾ, അതിപ്പോ ചിലപ്പോൾ ഒരു ചാരിറ്റിക്കൽ ഫംഗ്ഷൻ നടത്തുമ്പോൾ അതിന് ലഭിക്കുന്ന ഗിഫ്റ്റുകളാവാം. അതുപോലെ ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ്, ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ട് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ഉണ്ട്, വരുമാനമുണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻസുകളും ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻസ് റൂം എടുക്കുന്ന റൂമിന്റെ റെന്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഹോസ്പിറ്റലിൽ കിട്ടുന്ന വരുമാനമാണ്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ പല ഫങ്ഷണൽ എക്സ്പെൻസസുകൾ വരുന്നുണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്. അപ്പൊ അതിനൊക്കെ ലഭിക്കുന്ന കോൺട്രിബ്യൂഷൻസ്, ഡൊണേഷൻസ് പുറത്തുനിന്നുള്ളതൊക്കെ കിട്ടും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായ? 4ാമത്തെ പോയിന്റ് ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട്. എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻലി ത്രൂ ഡൊണേഷൻസിലൂടെ ലഭിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് സംഭാവനകളിലൂടെ ഹോസ്പിറ്റലിലേക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ, അതാണ് എൻഡോമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഫണ്ടുകൾ ഹോസ്പിറ്റലിൽ ലഭിക്കുമ്പോൾ അത് കൃത്യമായിട്ട് വേണം യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ആ ഒരു എത്രത്തോളം എമൗണ്ട് എൻഡോമെന്റ് ഫണ്ടുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് എത്ര എമൗണ്ട് വിത്ത്ഡ്രോ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ആ ഫണ്ട് ആ ഹോസ്പിറ്റലിൽ വിനിയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള പോളിസികൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എൻഡോമെന്റ് ഫണ്ട് ഉണ്ടാകുന്നത് തോന്നിയ രീതിയിൽ ഹോസ്പിറ്റലിൽ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. അതിൽ നിന്ന് ഓരോ ഫണ്ട് വിത്ത്ഡ്രോ ചെയ്യുന്നതിനും യൂട്ടിലൈസ് ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള പോളിസികളുണ്ട്. ആ പോളിസികൾക്ക് വിധേയമായിട്ട് മാത്രമേ ഈ ഹോസ്പിറ്റലിലേക്ക് ലഭിക്കുന്ന എൻഡോമെന്റ് ഫണ്ടുകൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മനസ്സിലായോ? ഡൊണേഷൻസ് കേട്ടോ, സംഭാവനകളിലൂടെ ലഭിക്കുന്ന ഫണ്ടാണ് കേട്ടോ എൻഡോമെന്റ് ഫണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ക്ലാസ് മിസ്സായവര് മറ്റേ റെക്കോർഡഡ് ക്ലാസ് കാണാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, എന്നാ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിന് ഞാൻ ലബോറട്ടറി സർവീസസ് ആയിരിക്കും കേട്ടോ തുടങ്ങുന്നുണ്ടാവാം. ലബോറട്ടറി സർവീസസ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ കേട്ടോ. ഓക്കെ, താങ്ക് യു. മാം, ഷോർട്ടേജ് കോസ്റ്റ് എന്ന് വെച്ചാൽ മരുന്നുകളുടെ വിലയാണോ? എന്താണ് ഷോർട്ടേജ് കോസ്റ്റ് എന്ന് വെച്ചാൽ മരുന്നുകളുടെ വിലയാണോ? ഈ ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ഫാർമസി സർവീസിനകത്തുള്ളത്. ആ ഷോർട്ടേജ് കോസ്റ്റ് എന്ന് വെച്ചാൽ മരുന്നുകളുടെ വിലയെന്നാണ്. മരുന്നിന്റെ വിലയല്ല. ഷോർട്ടേജ് വരാന്ന് വെച്ചാൽ മരുന്നുകൾ ഫാർമസിയിൽ ചിലപ്പോൾ മരുന്നുകൾ കിട്ടാതെ വരില്ലേ, ഷോർട്ടേജ് വരില്ലേ. ഇപ്പൊ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നാണ്, പക്ഷെ അത് വേണ്ടത്ര അളവിന് ഫാർമസിയിൽ ചിലപ്പോൾ ഇല്ലാന്ന് വിചാരിക്കും. അതാണ് ഷോർട്ടേജ് എന്ന് പറയുന്നത്. ആ ഷോർട്ടേജ്, അപ്പൊ അങ്ങനെ മരുന്നുകൾക്ക് ഷോർട്ടേജ് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അതിലൂടെ ലഭിച്ചിരുന്ന വരുമാനം കുറയില്ലേ? മനസ്സിലായോ? വരുമാനം കുറയില്ല, ഫാർമസിക്ക് ലഭിച്ചിരുന്ന ഇൻകം കുറയും. അപ്പൊ എനിക്കൊരു അത്യാവശ്യമായിട്ട് ഞാനൊരു മരുന്ന് ചെന്ന് ചോദിച്ചാൽ ആ മരുന്ന് അവിടെ ഇല്ല, ഉണ്ടായിരുന്നു പക്ഷെ കുറവാണ്, അത് ഇല്ല, ഷോർട്ടേജ് വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് എന്താണ്, ആ മരുന്ന് ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അതിലൂടെ കിട്ടുന്ന വരുമാനം അവരുടെ കുറഞ്ഞു. ഓക്കെ, ഇതാണ് ഷോർട്ടേജ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് മരുന്നുകളുടെ വിലയല്ല, മരുന്നുകൾ ഷോർട്ടേജ് വരുമ്പോ വരുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ശരി കേട്ടോ.